1.5 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നത്. 2024 ജൂണിലായിരുന്നു അതിക്രമം. അന്ന് പോലീസ് മർദ്ദനത്തിന്റെ ക്രൂരത ഷൈമോൾ മാതൃഭൂമി ന്യൂസിലൂടെ അറിയിച്ചിരുന്നു. ആ റിപ്പോർട്ടിലേക്ക് ഒരിക്കൽ കൂടി. എറണാകുളം നോർത്ത് CI പ്രതാപചന്ദ്രനെതിരെയാണ് ഗർഭിണി കൂടിയായ യുവതിയുടെ പരാതി. ഷൈമോളുടെ ഭർത്താവ് ബെഞ്ചോയെ ഇന്നലെ വൈകുന്നേരം നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തതാണ് സംഭവങ്ങളുടെ തുടക്കം. ഇത് അന്വേഷിക്കാൻ നോർത്ത് പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ മർദ്ദിച്ചു എന്നാണ് ആരോപണം. CI മുഖത്തടിച്ചെന്നും 3 മാസം ഗർഭിണിയാണെന്ന് പറഞ്ഞിട്ടും വനിതാ പോലീസുകാർ ഉൾപ്പെടെ ചേർന്ന് കയ്യേറ്റം ചെയ്തെന്നും ഷൈമോൾ ആരോപിച്ചു. ഞാൻ 3 മാസം പ്രഗ്നന്റ് ആണ്. ഇന്ന് ചെക്കപ്പ് പറഞ്ഞ ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഇറങ്ങി നിൽക്കുമ്പോൾ 4-5 പേര് വന്നിട്ട് യൂണിഫോം ഇല്ലാതെ വന്ന് പിടിച്ചു കൊണ്ടുപോയി. അപ്പം ഞാൻ പറഞ്ഞു, പിടിച്ചുകൊണ്ട് പോയപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡ് മാത്രമല്ല അവിടെ ഉണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു, ആ സ്റ്റാഫും ഉണ്ടായിരുന്നു, ഞങ്ങൾ വേറെ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പുറകെ എൻ്റെ ഹസ്ബൻഡ് കൊണ്ടുപോയ പുറകെ ഞാനും പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ ഹസ്ബൻഡിട്ട് അടിക്കണം ഞാൻ കാണണേ. അപ്പം ഞാൻ അവന് എന്ത് തെറ്റ് ചെയ്തിട്ട് എൻ്റെ ഹസ്ബൻഡിനെ അടിക്കണേന്ന് പറഞ്ഞു. ഹസ്ബൻഡിൻ്റെ വീട് നിങ്ങൾ വെറുതെ ലോക്കപ്പിലിട്ട് ഇങ്ങനെ മർദ്ദിക്കണേ എന്തിനാന്ന് ചോദിച്ചു. അപ്പം എന്നെ അവർ മാറിക്കണി നാടൻ കളിക്കാതെ എന്നെ ഒറ്റ അടി അടിച്ചിട്ട് ഞാനവിടെ വീണു. സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും പരാതി നൽകുമെന്ന് ഷൈമോൾ പറഞ്ഞു. സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്നതാണ് ഷൈമോളുടെയും അറസ്റ്റിലായ ബെഞ്ചോയുടെയും ആവശ്യം. CCTVയിലുണ്ട് സാറേ, എല്ലാ കാര്യങ്ങളും അവിടെ CCTVയിലുണ്ട്. എന്നെ എൻ്റെ വൈഫിനെയും പക്ഷേ ഞാൻ അയാളെ കാല് പിടിച്ചു പറയാൻ എൻ്റെ ഭാര്യ ഗർഭിണിയാന്ന് പറഞ്ഞിട്ട് പോലും എന്നെ അവിടെ എൻ്റെ കൺമുമ്പിൽ അടിച്ചത്. അതേസമയം ആരോപണങ്ങൾ നോർത്ത് CI നിഷേധിച്ചു. മർദ്ദിച്ചിട്ടില്ല, ഉന്തും തള്ളുമുണ്ടായപ്പോൾ ഇടപെടുകയാണ് ചെയ്തത്. തനിക്കും പരിക്കുകളുണ്ടെന്നും CI പറഞ്ഞു. സംഭവം വിവാദമായതോടെ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങളാകും നിർണായകമാവുക. അതിനിടെ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെ പരാതിക്കാരുന്നയിച്ച ആരോപണങ്ങൾ ഫോണിൽ പകർത്തിയതിന് ബെഞ്ചോയെ പോലീസ് കള്ളക്കേസിൽ കുടുക്കുകയായിരുന്നു എന്ന ആരോപണവും പരാതിക്കാരുന്നയിക്കുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.